സ്നേഹനിധികളായ സത്യവിശ്വാസികളെ, പവിത്രതകൾ ഏറെ നിറഞ്ഞ റമളാൻ മാസത്തിലെ 27-ാം രാവിലേക്ക് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മൾ കടന്നു പോവുകയാണ്. അല്ലാഹു ലൈലത്തുൽ ഖദറിന്റെ എല്ലാ പുണ്യങ്ങളും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്ന് മഗ്‌രിബോടുകൂടി 27-ാം രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഇന്ന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇൻഷാ അല്ലാ. ഇതേപോലെ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ രാത്രി ഇബാദത്തുകൾ ചെയ്യുമെന്ന് നിയ്യത്ത് കരുതുക. നിസ്കാരത്തിന്റെ കാര്യം കൃത്യമാക്കുകയും മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും യാസീൻ ഓതുകയും ചെയ്യുക. ഇന്ന് നോമ്പ് തുറക്കുന്നതിനു മുൻപ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ഇത് ചൊല്ലി നല്ലവണ്ണം ദുആ ചെയ്യുക. ഇന്നത്തെ തറാവീഹ് നിസ്കാരം ആരും മുടക്കരുത്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇന്നത്തെ ചെയ്യാനുള്ള അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക എന്നത്. ഇന്നത്തെ രാത്രിയിൽ 100 വട്ടമെങ്കിലും ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഇന്നത്തെ രാത്രിയിൽ ഏറ്റവും കൂടുതൽ പറയേണ്ട ദിക്റുകൾ 3 എണ്ണമാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക ജന്നത വഅഊദു ബിക മിനന്നാർ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീവി ഇങ്ങനെ ചോദിച്ചു: ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചോദിക്കേണ്ടത് എന്താണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്: അല്ലാഹുമ്മ ഇന്നക അഫൂവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന അത്രയും ഇന്നത്തെ രാത്രിയിൽ നിങ്ങൾ ഇത് ചെയ്യുക. ഇൻഷാ അല്ലാ. സ്വലാത്തുകളും ദിക്റുകളും അധികരിപ്പിക്കുക. ഇത്രയും ചെയ്യുക. അല്ലാഹു നമ്മളുടെ ഇബാദത്തുകളെല്ലാം സ്വീകരിച്ച് റമളാനെ അനുകൂലമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.